നമസ്കാരം. വട്ടിയൂർക്കാവിൽ ഇക്കുറി ത്രികോണപ്പോര് എന്ന് പറഞ്ഞ് എത്തിയ മുരളീധരൻ്റെ സ്ഥിതി ആകെ പരുങ്ങലിലാണ് എന്നുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ മണ്ഡലത്തിൽ നിന്ന് ലഭ്യമാകുന്നത്. അതായത് മതിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. കെ മുരളീധരൻ ആകെ നിരാശനാണ് എന്ന തരത്തിലാണ് നമുക്ക് വാർത്തകൾ ലഭ്യമാകുന്നത്. ഗ്രൗണ്ടിൽ നിന്ന് നമ്മുടെ ഒരു അനാലിസിസിലൂടെ നമുക്ക് ഈ തരത്തിലാണ് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇക്കുറി മുരളീധരൻ പരാജയപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ വലിയ വെല്ലുവിളിയായിത്തീരും എന്നത് ഏറെക്കുറെ ഉറപ്പാണ്. 2024 തൃശ്ശൂരിൽ സുരേഷ് ഗോപിയോടൊപ്പം മത്സരിച്ച് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയതിന് ശേഷം മുരളീധരൻ വളരെ നിരാശയോടുകൂടിയാണ് മാധ്യമങ്ങളെ സമീപിക്കുകയും അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു, ഞാനിനി ഇലക്ഷൻ മത്സരങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇനി കുറച്ച് നാളത്തേക്കില്ല എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത്. അതിന് ശേഷം അദ്ദേഹം വീണ്ടും 2026 വട്ടിയൂർക്കാവിലേക്ക് ഒരിക്കൽ കൂടി എത്തിയിരിക്കുകയാണ് വിജയിക്കുവാൻ വേണ്ടി. 2011 ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം വിജയിക്കുന്നത് വട്ടിയൂർക്കാവിൽ നിന്നാണ്. 2011 കോൺഗ്രസിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അദ്ദേഹം വിജയിക്കുന്നത്. 2016 വീണ്ടും അവിടെ നിന്ന് തന്നെ അദ്ദേഹം രണ്ടാം വട്ടവും തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. പക്ഷേ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിലേക്ക് അദ്ദേഹം മാറുകയുണ്ടായി. വടകര മത്സരിച്ച് വിജയിക്കുകയും പക്ഷേ പിന്നീട് വീണ്ടും ഭാഗ്യപരീക്ഷണത്തിന് വേണ്ടി അദ്ദേഹത്തെ നേമത്ത് കൊണ്ടുവന്ന് നിർത്തുകയുണ്ടായി. നേമത്ത് വലിയ മത്സരം നേമത്ത് നടത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നേമത്ത് UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കെ മുരളീധരൻ വരുന്നത്. എങ്കിലും വലിയ രീതിയിൽ പിറകിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ മുരളീധരൻ അവിടെയും 3-ാം സ്ഥാനത്തേക്കാണ് എത്തുന്നത്. 2024 അദ്ദേഹം വീണ്ടും തൃശ്ശൂരിൽ മത്സരിക്കുമ്പോൾ അവിടെയും അദ്ദേഹത്തിന് ഒരു 3-ാം സ്ഥാനം എന്ന നിലയിലേക്ക് 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. അങ്ങനെ മുരളീധരൻ 2021 2024 പരാജയപ്പെട്ടതിന് ശേഷം 2026 തിരിച്ച് വീണ്ടും വട്ടിയൂർക്കാവിലെത്തുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു കെ മുരളീധരന് ഉണ്ടായിരുന്നത്. കാരണം വട്ടിയൂർക്കാവ് മുരളീധരനെ കൈവിടില്ല, വട്ടിയൂർക്കാവിൻ്റെ കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നതെങ്കിലും കുടുംബത്തിൻ്റെ ഒരു പ്രതീതിയല്ല വട്ടിയൂർക്കാവിൽ. മണ്ഡലത്തിൻ്റെ സാഹചര്യം അടിമുടി മാറുകയുണ്ടായി. NDA വലിയ മുന്നേറ്റമാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും അതിനു മുന്നേ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഏകദേശം 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ 11,000 വോട്ടിൻ്റെ ഒരു ലീഡാണ് രാജീവ് ചന്ദ്രശേഖറിന് ഉണ്ടായിരുന്നത്. അങ്ങനെ വലിയ മത്സരമാണ് അദ്ദേഹം വട്ടിയൂർക്കാവ് കാഴ്ചവെച്ചത്. ശ്രീലേഖ വട്ടിയൂർക്കാവ് എത്തിയതിന് ശേഷം അവിടുത്തെ വലിയ വളരെ കൃത്യമായ ദിശയിൽ കൃത്യമായി എണ്ണയിട്ട യന്ത്രം പോലെ മുന്നോട്ട് കുതിക്കുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ വട്ടിയൂർക്കാവിൽ കാണാൻ പറ്റുന്നത്. ആ രീതിയിൽ വലിയ വിജയം വട്ടിയൂർക്കാവിൽ കരസ്ഥമാക്കും എന്ന് തന്നെയാണ് NDA ക്യാമ്പിൻ്റെ പ്രതീക്ഷ. ഗ്രൗണ്ടിൽ നിന്നും അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭ്യമാകുന്നതും. അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് മുരളീധരൻ്റെ ഒരു സമഗ്ര ചിത്രം നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ 2026 വട്ടിയൂർക്കാവിൽ എത്തുന്നതിന് മുന്നേ മുരളീധരൻ്റെ ഒരു ചരിത്രമുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിലെ മുരളീധരൻ്റെ ഒരു ചരിത്രം. ആ ചരിത്രം നമുക്ക് പരിശോധിക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ ഒരു തിരിച്ചടി മുരളീധരന് നമുക്ക് കിട്ടുന്നത്, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2004 KPCCയുടെ പ്രസിഡൻ്റായതിരുന്ന് മുരളീധരൻ വൈദ്യുത മന്ത്രിയാകുകയും 6 മാസത്തിന് ശേഷം തെരഞ്ഞെടുപ്പിനെ സമീപിക്കുകയുണ്ടായി. 2004 അദ്ദേഹം വടക്കഞ്ചേരിയിൽ നിന്നാണ് മത്സരിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയുണ്ടായി. കോൺഗ്രസ്സിന് അക്കുറി ഒരു വലിയ കഷ്ടകാലം തന്നെയായിരുന്നു. അടിമുടി പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ പരാജയങ്ങളിലേക്ക് പോയി. ഒരു സീറ്റ് മാത്രമാണ് UDFന് കേരളത്തിൽ ഉണ്ടായിരുന്നത്. അത് മുസ്ലിം ലീഗിൻ്റെ സീറ്റാണ്. കോൺഗ്രസ് മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം പരാജയപ്പെട്ടു. അങ്ങനെ എല്ലാം പരാജയപ്പെട്ടതിൻ്റെ കൂട്ടത്തിൽ കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി കൂടി പരാജയപ്പെടുന്നു. ഒരു പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മന്ത്രി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത്. അത് കെ മുരളീധരനാണ്. പിന്നീട് അദ്ദേഹം DIC ഉണ്ടാക്കി. അതിനുശേഷം DIC പരാജയങ്ങളിലേക്ക് പോയതിനു ശേഷം അദ്ദേഹം NCPയിലേക്ക് കളം മാറ്റി ചവിട്ടി. NCP
ിലേക്കും എത്തിയതിനു ശേഷം അവിടെ നിന്നും പല പരാജയങ്ങളും ഏറ്റുവാങ്ങിയതിന് ശേഷം അദ്ദേഹം വീണ്ടും കോൺഗ്രസ്സിലേക്ക് കരുണാകരൻ്റെ മരണത്തിന് ശേഷം കോൺഗ്രസ്സിലേക്ക് അദ്ദേഹം എത്തുകയും 2011 തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ആ തെരഞ്ഞെടുപ്പോടുകൂടിയാണ് അദ്ദേഹം വീണ്ടും ഒരു സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു തിരിച്ചുവരവ്, മുരളീധരൻ്റെ ഒരു തിരിച്ചുവരവ് നടക്കുന്നത് ആ തെരഞ്ഞെടുപ്പിലാണ്. എന്നാൽ അദ്ദേഹം വീണ്ടും പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് കൂടി പരാജയപ്പെട്ടാൽ കോൺഗ്രസ്സിൽ അദ്ദേഹത്തിൻ്റെ ഭാവി എന്താകും എന്ന തരത്തിൽ വലിയ ആശങ്കയാണ് ഉയരുന്നത്. അദ്ദേഹം തിരഞ്ഞെടുപ്പുകളിൽ ഇനി മത്സരിക്കുമോ, കോൺഗ്രസ്സിൽ തന്നെ ഉണ്ടാകുമോ എന്ന് സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരിയായ പത്മജ തന്നെ പലകുറി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മുരളിയേട്ടനെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ തന്നെ ചതിക്കുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ താനും ചതിക്കപ്പെട്ടവളായിരുന്നു. പക്ഷേ പലകുറി പത്മജ ഇത് പറയുന്നിട്ടുണ്ടെങ്കിലും മുരളീധരൻ ഇത് ചെവിക്കൊള്ളുവാൻ തയ്യാറായില്ല. ഇത് പത്മജയുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്. വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് ഇതിൽ കൂടുതൽ സ്ഥാനം കൊടുക്കുവാൻ കോൺഗ്രസ്സിന് കഴിയുക എന്ന തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു അദ്ദേഹം പത്മജയോട് ചോദിച്ചത്. എന്തായാലും ഇദ്ദേഹത്തിന് ഇപ്പോൾ അതേ സമാനമായൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ആകെ പരുങ്ങലിലാണ് കോൺഗ്രസ്. വളരെ നിർണായകമായൊരു ശക്തിയായിരുന്നു കോൺഗ്രസ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെങ്കിൽ ഇപ്പോൾ ഇക്കുറി ഈ ഇലക്ഷനിൽ വലിയ രീതിയിലുള്ള ഒരു പിന്നോട്ട് പോക്കലാണ് അവിടെ നടന്നിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭയിലും നടത്തി അതേ മുന്നേറ്റം BJP അവിടെ നടത്തുകയാണ്. മറുഭാഗത്ത് VK പ്രശാന്താണ് LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിനും ഒരുപാട് പ്രശ്നങ്ങൾ മണ്ഡലത്തിലുണ്ട്. ഒരു ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ LDF നേരിടുന്നതോടൊപ്പം VK പ്രശാന്തും നേരിടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്. VK പ്രശാന്തിന് മണ്ഡലത്തിനകത്ത് തന്നെ അദ്ദേഹം ഒരു അഴിമതിയുടെ പ്രതിച്ഛായ VK പ്രശാന്തിന് നേരത്തെയുണ്ട്. വിജിലൻസ് കേസുകളടക്കം അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോഴുണ്ട് എന്നതാണ് വട്ടിയൂർക്കാവിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. വിജിലൻസ് കേസുകൾ അദ്ദേഹത്തിനെതിരെയുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനെതിരെ ഒരു ആൻറ്റി ഇൻകുംബൻസി ഫാക്ടറുകൾ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം നടത്തിയ പല പ്രോജക്റ്റുകളും ഫേക്കായിട്ടുള്ള പ്രോജക്റ്റുകളാണ്. പ്രത്യേകിച്ച് ഒരു ഗ്ലാസ് പാലം അദ്ദേഹം പണിഞ്ഞത് അത് ഒരു തട്ടിക്കൂട്ട് ഇടപാടായിരുന്നു. അത് കൊണ്ടുവന്നതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അത് പൊളിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായി. പിന്നീട് അതിനെക്കുറിച്ചുള്ളൊരു റിപ്പോർട്ട് പറഞ്ഞതിൻ്റെ മണ്ണിൻ്റെ പ്രശ്നം കൊണ്ടാണ് അത്തരത്തിൽ പൊളിഞ്ഞു പോയത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ പല പദ്ധതികളും ഒരു അഴിമതിക്ക് വേണ്ടിയുള്ള ഒരു സാഹചര്യമാക്കി മാറ്റിയെടുക്കുകയായിരുന്നു അദ്ദേഹം എന്നതാണ് നമുക്ക് പൊതുവിൽ ലഭ്യമാകുന്ന ഒരു വിവരം. ആ ഒരു രീതിയിൽ ജനങ്ങൾ അദ്ദേഹത്തെ വിലയിരുത്തുന്നത് തന്നെ ഒരു അഴിമതിക്കാരനായിട്ടാണ്. അത്തരത്തിൽ കാര്യങ്ങൾ പുരോഗമിക്കുമ്പോൾ പിന്നെ അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു വസ്തുത, ആര്യ രാജേന്ദ്രനെതിരെയാണ് കഴിഞ്ഞ തവണ ഏറ്റവും അധികം ആരോപണങ്ങൾ ഉയർന്നു കേട്ടതെങ്കിലും ആര്യ രാജേന്ദ്രനേക്കാൾ അഴിമതി VK പ്രശാന്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അദ്ദേഹത്തിൻ്റെ കാലത്തും വലിയ രീതിയിലുള്ള അഴിമതി തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ. അത്തരത്തിൽ LDFിൻ്റെയും UDFിൻ്റെയും സ്ഥാനാർത്ഥികൾ വലിയ രീതിയിൽ ജനമനസ്സുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു, ശ്രീലേഖ സ്പേസിലേക്ക് മുകളിലേക്ക് കയറി വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും NDA സംബന്ധിച്ചിടത്തോളം വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടി ഇവർ കാണുന്ന ഒരു മണ്ഡലമാണ്. അവരുടെ ശക്തി കേന്ദ്രം തന്നെയാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. വളരെ നിർണായകമായിട്ടുള്ള ഒരുപാട് പോരാട്ടങ്ങൾ അവർ നടത്തിയിട്ടുള്ള ഒരു മണ്ഡലമാണ്. പ്രത്യേകം അതിൻ്റെ ഒരു കാലപ്പഴക്കം നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം നോർത്ത് മണ്ഡലമായിരുന്ന കാലം മുതൽ തന്നെ BJPക്ക് വളരെ നിർണായകമായ സ്വാധീനം, പ്രത്യേകിച്ചും RSSന് വളരെ സംഘടനാശേഷിയുള്ള ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം എന്ന് പറയുന്നത്. ഓരോ വർഷവും ക്രമാനുഗതമായി വോട്ട് വർധനവ് നടത്തിക്കൊണ്ട് അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഇക്കുറി NDAക്ക് ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് വിജയം സാധ്യമാകും എന്ന തരത്തിലാണ് നമുക്ക് വാർത്തകൾ വട്ടിയൂർക്കാവിൽ നിന്ന് ലഭ്യമാകുന്നത്. ഏകദേശം 40% പിന്തുണയാണ് ശ്രീലേഖയ്ക്ക് വട്ടിയൂർക്കാവിലുള്ളത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.